ഈ സ്വാതന്ത്ര്യദിനാഘോഷം, ഗാന്ധി ജയന്തി പോലെയുള്ള ചടങ്ങുകളൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ എല്ലാവരും സ്കൂളിൽ പോകുന്ന, ഞാൻ പഠിച്ച സ്ഥലത്താണ് പറഞ്ഞത്, എല്ലാവരും സ്കൂളിൽ പോകുന്ന നിർബന്ധമൊന്നുമില്ല. പതാക ഉയർത്തും, കുറച്ച് പേര് പോവും. പിന്നീട് സ്കൂൾ ബസ്സൊക്കെ വിട്ടുകൊടുത്ത് കുട്ടികൾ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോഴും എന്തായാലും എല്ലാ കാര്യത്തിലും ഒരു 100% അറ്റൻഡൻസ് എങ്ങും ഉണ്ടാവാറില്ല. അതിപ്പം നമ്മൾ ഈ +2 SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ മെറിറ്റ് അവാർഡ് വെച്ചാൽ ഒരു 50% കുട്ടികളെ വരുള്ളൂ. ന്യായമായും ജീവിതാവശ്യങ്ങൾക്ക് കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരും. ചിലപ്പോൾ രോഗിയായി, അത്യാവശ്യ മരണമായി, ചിലപ്പോൾ ആരും വീട്ടിലുണ്ടാവില്ല, വേറൊരു യാത്ര അവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വരാം. എന്നാൽ അങ്ങനെ വരുമ്പോഴേക്ക് അവരെല്ലാവരും പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൽ നിന്നും ഒരു പ്ലെയിൻ പാകിസ്ഥാനിലേക്ക് പോകണ്ടേ? ഏതായാലും ഒരു സ്കൂൾ മാനേജർ അങ്ങനെ സ്വാതന്ത്ര്യദിനത്തിന് വരാത്തവരെല്ലാം പാകിസ്ഥാനിൽ പോയി കളയണം എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന നീട്ടി അങ്ങ് ഇറക്കി, ഒരു വാട്സപ്പ് സന്ദേശം. ഇപ്പോഴത്തേക്ക് കാലത്ത് പുള്ളിയുടെ ഭാര്യയോടും മക്കളോടും കൊച്ചുമക്കളോടും പോലും ഈ ന്യായമൊന്നും പറയാൻ പറ്റില്ല. അവരൊന്നും ഒരു പൂടയ്ക്ക് വില വെക്കൂല. ഈ ഒരുപാട് അഭ്യാസങ്ങൾ പുറത്തിറങ്ങി കാണിക്കുന്നവരെ വീട്ടിൽ ചെന്ന് കണ്ടാൽ വളരെ അനുസരണക്കാരും പഞ്ചപുച്ഛ മടക്കി എല്ലാം കേൾക്കുന്നവരുമാണെന്നുള്ളതാണ് വാസ്തവം. പുറത്ത് ഭയങ്കര അഭ്യാസവുമാണ്. അദ്ദേഹത്തിന്റെ വാർത്ത. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപം. സ്വാതന്ത്ര്യദിനത്തിൽ വീട്ടിലിരുന്നവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് സ്കൂൾ ഉടമ മാള ഡോക്ടർ രാജു ഇന്റർനാഷണൽ സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസിന്റേതാണ് സന്ദേശം. വിവാദ സന്ദേശം പങ്കുവച്ചത് മാതാപിതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അത് വിദ്യാർത്ഥികളെ എല്ലാം അധിക്ഷേപിക്കുകയാണ് സ്കൂൾ ഉടമ അതിലൂടെ ചെയ്തത്. അതും പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇത്തരമൊരു ശബ്ദ സന്ദേശം ഇട്ടു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? എന്താണ് ആ ഒരു സന്ദേശത്തിൽ പറയുന്നത്? ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സ്കൂളിന്റെ ഉടമ രാജു ഡേവിസ് ആണ് ഇത്തരത്തിലൊരു മെസ്സേജ് ഈ പാരന്റ്സിന്റെ ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ പരിപാടികൾ സ്കൂളിൽ നടത്തിയിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കുട്ടികൾ എത്താത്തതിനാൽ തുടർന്ന്, അല്ലെങ്കിൽ ഈ കുട്ടികൾ എത്തിയില്ല എന്നുള്ള കാരണത്താൽ നാളെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ എത്തുമ്പോൾ ആ മാതാപിതാക്കളെയും കൊണ്ട് സ്കൂൾ അധികൃതരെ കണ്ടതിന് ശേഷം, പ്രിൻസിപ്പലിനെ കണ്ടതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് കയറി. നമുക്ക് ആ റിപ്പോർട്ട് തുടരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കൃത്യമായി തന്നെ കേൾക്കാം. കുട്ടികളിൽ രാജ്യസ്നേഹവും സ്വാതന്ത്ര്യ കുറിച്ചുള്ള വിവരങ്ങളും, എന്തായാലും സ്വാതന്ത്ര്യ സമരം അവർക്ക് എങ്ങനെയാണ് നേടിത്തന്നെ അവർ സ്വാതന്ത്ര്യത്തിൽ നടക്കാനുള്ള ഇന്നത്തെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ പകുതിയിലേറെ പേരൻസ് അവരെ കുട്ടികളെ വിട്ടിട്ടില്ല. അവരെ നാളെ ക്ലാസ് കിട്ടില്ല. അവർ വന്ന എക്സ്പ്ലനേഷൻ പറഞ്ഞ്, എന്നെ നേരിട്ട് കണ്ട എക്സ്പ്ലനേഷൻ പറഞ്ഞ് ഞാൻ കറ്റിയിട്ടുണ്ട്. ഇത് വളരെ മോശമായ ഏർപ്പാടാണ്. അവരൊക്കെ വേറെ വല്ലതായിട്ട് വല്ല പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ ജീവിക്കാൻ അവസരപ്പെടാറില്ല. എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച് അത് ബഹുമാനമില്ലാതെയാണ് കുട്ടികളെ. അവരുടെ കുട്ടികളൊക്കെ ധിക്കാരികളും മോശക്കാരുമായിട്ട് ഇതിനൊരു കാരണം അവർക്ക് ഇതിനൊന്നും അവസരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരെ നാളെ ക്ലാസ്സിൽ എടുത്തില്ല. ആദ്യത്തെ ഒരു പീരീഡ് വരെ പുറത്ത് കിട്ടി ക്ലാസ് എടുക്കും. ഇതാണ് മുതലാളി പറഞ്ഞത്. ഈ മുതലാളി ഏതോ ഗോളാന്തര ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന ആളായിട്ടാണ് തോന്നുന്നത്. ലോകത്തൊരു സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായി എല്ലാവരും ഒരു കാര്യത്തിന് അറ്റൻഡൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. നീറ്റ് പരീക്ഷ അത് രണ്ടാമത് നടത്തിയപ്പോൾ എത്രയോ ലക്ഷം കുട്ടികൾ എഴുതിയില്ല. അപ്പോൾ എഴുതാത്ത കുട്ടികളെ നമുക്ക് ശാസിക്കാം, ശകാരിക്കാം. ഇന്നലെ മെനഞ്ഞാന്നൊന്നും അല്ലല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത്. എത്രയോ വർഷങ്ങളായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും അതുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അങ്ങയുടെ ആ പാകിസ്ഥാൻ പ്രയോഗം മാത്രം കേട്ടാൽ മതിയല്ലോ കുട്ടികൾക്കും സമൂഹത്തിനുമൊക്കെ. അവരെ വഴക്ക് പറയാം, ശാസിക്കാം, വരണമെന്ന് പറയാം, ഇതൊക്കെ ചെയ്യാം. സംഗതിയൊക്കെ അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഇതുപോലുള്ള സംഗതികൾ നടത്തുമ്പോൾ ഗാന്ധി ജയന്തി ഇതുപോലെ രാഷ്ട്രപിതാവ് ജനിച്ച ദിവസമാണ്, അതിനൊന്നും ഒരു മൈൻഡും ഇല്ല. സ്വാതന്ത്ര്യദിനത്തിനും അതുപോലെ തന്നെയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യദിനം 3-4 ദിവസമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. സന്തോഷപൂർവ്വം എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുത്ത് അടിച്ചു പൊളിച്ചാണ് UAE-യിലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ആഘോഷിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു രീതിയും കീഴ്വഴക്കവും ഇല്ല. കുറേ കുട്ടികൾ വന്നില്ല. അതിന് വരാത്തവരെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പുള്ളിക്ക് അവിടെ വേറെ സ്കൂളുണ്ടോ? അതവിടെ പുള്ളി സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ? ഈ ന്യായം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു കാലം അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ കുറേ പേർ പിന്തുണയുമായി വന്നു. അദ്ദേഹത്തിൻ്റെ നടപടി വളരെ ശ്ലാഘിച്ചുകൊണ്ട് അങ്ങനെ വേണമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും വൈകിട്ട് അതിയാൻ ഖേദപ്രകടനവും
മാപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രാവി സാറേ, നമ്മൾ വിചാരിക്കുന്നതോ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമ്മുടെ മക്കളെപ്പോലും വളർത്താനൊക്കാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് അതിന് വേണ്ട സംഗതികളൊക്കെ ചെയ്യണം. അല്ലാതെ അവരെ എല്ലാവരെയും കൂടെ വല്ല പാകിസ്ഥാനിൽ പോകാനും അവരാരും രാജ്യസ്നേഹമില്ലാത്തവരുമാണ് എന്നൊക്കെ അങ്ങ് സ്ഥാപിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്, 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 അത്ര തന്നെ.